പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ മോർണിംഗ് മന്നായിലെ ഈ സന്ദേശം നമുക്ക് കേൾക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നൊരു പുതിയ ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം, ഇന്നലകളിൽ കേട്ട ചില വാഗ്ദത്തങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്നു. ആമേൻ. കാണുന്ന ചിലത് പ്രാപിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ഒരു പദത്തെ ആസ്പദമാക്കിയായിരിക്കാം അടുത്ത ദിവസങ്ങളിലും ഇന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. തിരുവചനത്തെ ആമേൻ നമുക്ക് തുറക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോരുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ഒരു പദം ശ്രദ്ധിച്ചോ. തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്. ഹല്ലേലൂയ. നമ്മുടെ മെസ്സേജിൻ്റെ കണ്ടന്റ് മറക്കരുത്. കേൾക്കുന്ന കാര്യങ്ങൾ കാണുവാൻ പോകുന്നു, കാണുന്നത് പ്രാപിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. ബേത്ലഹേമിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്നൊരു കുടുംബം. എലീമേലേക്ക് നവോമി, മഹ്ലോൻ, കില്യോൻ. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ, അപ്രതീക്ഷിതമായിട്ടുണ്ടായ ക്ഷാമം ആ കുടുംബത്തെ വലച്ചു കളഞ്ഞു. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെ സംയമനം പുറത്തു വരേണ്ടത് കേട്ടോ. ചിലയിടത്ത് ആത്മസംയമനം പാലിച്ചില്ലെങ്കിൽ എന്തും നമ്മൾ കാട്ടിക്കൂട്ടും. ആ പ്രതിസന്ധി അങ്ങ് വന്നതുപോലെ അങ്ങ് പോകും. പക്ഷേ ആ ടൈമിൽ അതിൻ്റെ നടുവിൽ എടുക്കുന്ന ചില ഡിസിഷനുകൾ ചിലപ്പോൾ ദീർഘകാലം വേദനയിൽ കഴിയുന്നതിന് കാരണമായി തീരും. ഈ കുടുംബം അങ്ങനെ വേദനകളിലൂടെ കടന്നു പോയതാണ്. ബേത്ലഹേമിൽ അനേക കുടുംബങ്ങളില്ലേ? എലീമേലെക്കിൻ്റെ കുടുംബം അല്ലാതെ അവരെങ്ങനെ ആ പ്രതിസന്ധിയെ തരണം ചെയ്തത്? അവർ ദൈവത്താൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്തു എന്ന് ഞാൻ പറയും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു വിഷയവും ദൈവത്താൽ തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നിർഭാഗ്യം എന്ന് പറയട്ടെ, എലീമേലെക്കും കുടുംബവും മോവാബിലെ ആ പച്ചപ്പ് അവർ നോക്കി. പച്ചപ്പ് നോക്കിയപ്പോൾ അത് അവരെ അങ്ങോട്ട് മാടി വിളിച്ചു. ആമേൻ. ക്ഷാമമൊക്കെ മാറി. പക്ഷേ ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം ആ ദേശത്തു നിന്ന് അവർക്ക് ലഭിക്കാനിടയായിത്തീർന്നു. ഞാനിത് പറയുമ്പോൾ ദൈവഹിതമില്ലാത്ത ചിലതിന് ഇന്നലകളിൽ കൈ കൊടുത്തോ നിമിത്തം, ആമേൻ, ഇന്നലകളിൽ ആമേൻ അങ്ങനെയുള്ള ചില വിഷയത്തിനകത്ത് ഇൻവോൾവ് ആയത് നിമിത്തം വിലപ്പെട്ടത് ചിലത് നഷ്ടപ്പെട്ടവരിനെ കേൾക്കുന്നുണ്ട്. ആമേൻ. വിലപ്പെട്ട ദൈവ സാന്നിധ്യം, ദൈവകൃപ, ആമേൻ, പലതും നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ ദൈവശബ്ദം പറയുമ്പോൾ തന്നെ ഈ ദൂതിനോടൊപ്പം മുഴങ്കാലിൽ നിന്നപ്പാ ഒന്നുകൂടെ ക്ഷമിക്കണമേ, ഒരവസരം കൂടെ മടക്കി തരണമേ എന്ന് പറയാൻ തയ്യാറായ നീ ചിലത് കേൾക്കാൻ പോകുകയാണ്. എന്താ കേൾക്കുന്നത്? ആ ക്ഷാമമുള്ള ദേശത്ത് ഒരു ദൈവികമായ വർധന ഉണ്ടായെന്നുള്ളത്. ആ ക്ഷാമമുള്ള ദേശത്ത് തൻ്റെ ജനത്തെ ദൈവം സന്ദർശിച്ചു എന്നുള്ളത്. ആമേൻ. അതിൻ്റെ നടുവിൽ പിടിച്ചു നിന്ന ദൈവമക്കളെ ദൈവം മാനിച്ചു എന്നുള്ളത് ഞാൻ ആമേൻ ആത്മനിയോഗത്തോടെ പറയാം. ആമേൻ. വിട്ടുവീഴ്ച ചെയ്യാതെ ആത്മീയതയ്ക്ക് വേണ്ടി ചില പ്രതിസന്ധികളുടെ നടുവിൽ നീ പിടിച്ചു നിൽക്കുന്നത് ഒരു അനുഗ്രഹമായ സാക്ഷ്യമായി മാറുവാൻ പോകുന്നു. ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ദൈവം നിന്നെ സന്ദർശിച്ച വിവരം, ദൈവം നിന്നെ മാനിച്ച വിവരം, ഹല്ലേലൂയ, ബഹുദൂരം കേൾക്കുവാൻ പോകുകയാണ്. ആമേൻ. ബഹുദൂരം കേൾക്കുവാൻ പോകുകയാണ്. ആമേൻ. ദൈവം മാനിച്ചാൽ അങ്ങനെയാ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഇത് കേട്ടപ്പോൾ നവോമിക്ക് പ്രചോദനമുണ്ടായി. ഇനി ഞാൻ മോവാബിൽ തുടരുവാൻ പാടില്ല. ഇനി ഞാൻ മോവാബിൽ തുടർന്നാൽ അത് എൻ്റെയും കൂടെ ജീവൻ എടുക്കുന്നതിന് കാരണമായി മാറിയേക്കാം. അതെ പ്രിയ ദൈവപൈതലേ, ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ, ദൈവസന്നിധിയിൽ നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അനേകരുടെ മാനസാന്തരത്തിനും മടങ്ങിവരവിനും മുഖാന്തരമായിട്ട് മാറും. നോക്കിയേ, ഇവിടെ നവോമിയെ ആമെ തിരിച്ചു കൊണ്ടുവരാൻ ആ ദൈവിക സന്ദർശനം കാരണമായത് ആ പ്രിയപ്പെട്ടവർ ആ ക്ഷാമകാലത്ത് ദൈവ വഴി വിട്ടു പോകാതിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ കേട്ട ചിലത് നോക്കിയേ. 1-ാം അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിലെത്തി.
യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ക്ഷാമത്തോടാ പോയത്. ഇനി ഒരിക്കലും ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല, ഇവിടെ ഒരിക്കലും ഒരു മാന്യത ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് റോങ് ഡിസിഷൻ എടുത്താൽ അവർ പോയത്. പക്ഷേ ആ കുടുംബം തകർന്നതല്ലാതെ, ആ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് കടന്നു വന്നതല്ലാതെ ആ ദേശത്തിനൊന്നും സംഭവിച്ചില്ല. ക്ഷാമം മാറി കേട്ടോ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ക്ഷാമം മാറാൻ പോകുന്നു. യെസ്, ദൈവ വഴി വിട്ടു പോകാതെ ദൈവിക റൂട്ടിൽ തന്നെ നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലും ഒരു തെറ്റായിട്ടുള്ള തീരുമാനമെടുത്ത് ഹല്ലേലൂയ തെറ്റിപ്പോകാതിരിക്കുന്ന ചിലർക്ക് വേണ്ടി ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഒരു ദൈവിക സന്ദർശനം നിങ്ങളെ തേടി വരികയാണ്. ഒരു ദൈവിക സന്ദർശനം നിങ്ങളെ തേടി വരികയാണ്. ആമേൻ, ആമേൻ. ഒരു യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിലെത്തി. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഇന്നലകളിൽ എടുത്ത ഏതെങ്കിലും റോങ് ഡിസിഷനുകളിലൂടെ വന്ന വിടവുകളുടെ മധ്യത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അന്ന് ആ തീരുമാനമെടുത്തത് അങ്ങേ കൂടാതെയാണ്, എന്നോട് ക്ഷമിക്കണമേ, ഒരു ചാൻസ് കൂടെ എനിക്ക് തരണമേ. ആ ബേത്ലഹേമിലെ അങ്ങയുടെ സന്ദർശനത്തിലൂടെയുള്ള നന്മ എനിക്കും കൂടെ ഒന്ന് അനുഭവിക്കണം. ഞാൻ മുന്നോട്ട് നീങ്ങിയ ഇനി ഒരു നിമിഷം ബേത്ലഹേമിൽ ഞാൻ തുടരുകയില്ല. ദൈവത്തോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഇത് കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി നിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ അവർ കേൾക്കുന്ന ചിലത് കാണട്ടെ, കാണുന്ന ചിലത് പ്രാപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.